മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് ആദ്യത്തെ ഇത് തുടങ്ങിയ വർഷം തന്നെ ഇത് ഫസ്റ്റ് ഔട്ടായത്. ആൾക്ക് അന്ന് ഒരാൾക്കാണ് അന്ന് അവിടെ ഫസ്റ്റ് ക്ലാസ് ഉള്ളത്, അത് സിദ്ധളിയാനാണ്. അച്ഛൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ത് പണിയാ ചെയ്തത്? അച്ഛൻ പറയട്ടെ. വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ്. എന്താ ചെയ്യായിരുന്നു? അവിടുത്തെ ലാബ് സെറ്റപ്പ് ചെയ്ത് അന്ന്. ഏത് ലാബാ? അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്. അവിടെ ഒരു മാത്യു മാഷ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സീനിയർ. അയാള് ആണ് ഞങ്ങൾക്ക് അന്ന് ഇതിനെല്ലാം. പിന്നെ മാത്യു മാഷ് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരാൾ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ വന്നു. അയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മ. എത്ര കാലം അവിടെ പണിയെടുത്തു? അവിടെ ഒരു കൊല്ലം. ഏത് കൊല്ലാണിത്? ഏകദേശം 64 അതെ 1958 അച്ഛൻ ITIയിൽ ചേർന്നേ. 1.5 കൊല്ലം 2 കൊല്ലം അത് കഴിഞ്ഞിട്ടാണ്. അപ്പോ അത് 61 അല്ലേ? 56 അച്ഛൻ 50 അല്ല അച്ഛൻ 56 SSLC എഴുതിയത്. പാസ്സായില്ല കേട്ടോ. പാസ്സാവാണ്ട് എങ്ങനെയാണ്? അന്ന് പാസ്സായില്ല, ഫസ്റ്റ് ചാൻസിൽ പാസ്സായില്ല. അന്ന് രണ്ടാം ചാൻസ് സ്കൂളിൽ അച്ഛൻ പറയട്ടെ. തമ്പിയായിരുന്നു, സ്കൂളിൽ പോയില്ല, അവിടെ പോവില്ല. അച്ഛൻ പറയട്ടെ. അച്ഛൻ പാസ്സായില്ലേ? പാസ്സായില്ല. അപ്പൊ എന്നോട് അച്ഛനെ പഠിപ്പിച്ച ഒരു മാഷ് എന്നോട് പറഞ്ഞേ, ഞാൻ 10ാം ക്ലാസ്സിൽ ജയിപ്പോ ചേട്ടൻ വളരെ നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ അവസാനം 10ാം ക്ലാസ്സിലാണ് തിരിഞ്ഞു പോയി. ആന്റണി മാഷ ആള് മരിച്ചുപോയി. ആൾക്ക് അന്തോണി എന്ന് പറയും. നല്ല മാഷാണ് പഠിപ്പിക്കാനൊക്കെ. അത് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, രമണിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചുപോയി. പെട്ടാ PR മാഷുണ്ട്. അത് പറഞ്ഞു ചേട്ടൻ നല്ല ആളായിരുന്നു 9ാം ക്ലാസ് വരെ. പിന്നെ 10ൽ ചെന്നപ്പോ ആളുടെ സ്വഭാവം എന്ത് പറ്റി? 10ല് ആളോടൊക്കെ പിള്ളേരുടെ കൂടെ കൂടി ആള് കുറെ നാള് ആരായിരുന്നു കൂട്ടുകാരൻ? അവിടെ കുറെ ആൾക്കാരുണ്ട്. അതെ, പിന്നെ ആള് കുറെ നാള് CG അസിസ്റ്റന്റ് ആയിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി. അച്ഛൻ പറയട്ടെ. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോവാ. ഏത് സോഷ്യലിസ്റ്റ്? പ്രജാ സോഷ്യലിസ്റ്റ് PSP എന്നൊരു പാർട്ടി ഉണ്ട്. PSP അതായത് പട്ടം താണുപിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ആങ്ങളുടെ പാർട്ടിയാണ്. അതിൽ പട്ടം താണുപിള്ള കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ് CG ജനാർദ്ദനൻ. CG ജനാർദ്ദനൻ നമ്മുടെ അളിയനാണ്. നമ്മുടെ ഒരു വല്യച്ഛന്റെ മോളെയാണ് ആള് കല്യാണം കഴിച്ചേക്കണത്. അപ്പൊ ആള് അതിന്റെ ആളായിരുന്നു. രാത്രി ഒക്കെ പോകും, കൊടിയൊക്കെ പിടിച്ച് വീട്ടിൽ നിന്ന് പോകും, ഒരു തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ച് പോകും. എന്നിട്ട് അച്ഛന് എത്ര ദിവസം അവിടെ പോയി? കൊറേ ദിവസം ആള് അച്ഛൻ പറയട്ടെ. ഇലക്ഷൻ തീരുന്നവരെ ഉണ്ടാവും. അതിന്റെ പിന്നെ പോയില്ലേ പൊളിറ്റിക്സില്? വേണ്ട പൊളിറ്റിക്സ് പിന്നെ അത് ഒരാള് പിന്നെയും പോയിരുന്നു. നമ്മുടെ അക്കരെ ഒരു പ്രഭാകരേട്ടുണ്ട്. ആള് പീതാംബരചേട്ടന്റെ കൂടെ തന്നെ ആള് BA ഒക്കെ പാസ്സായി. ആള് ഇതിൽ പോയിരുന്നു. പക്ഷെ ആൾക്ക് അതുകൊണ്ട് LICയിൽ ആള് ജോലി മേടിച്ചു കൊടുത്തു. ആര്? CG കുറെ പെൺമക്കളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണോ ചാലക്കുടിയിൽ പോയത്? ചാലക്കുടിയില് ഇൻസ്ട്രക്ടർ. ചാലക്കുടിയിൽ അച്ഛന് ഇൻസ്ട്രക്ടർ അല്ലായിരുന്നേ. ഇതായിരുന്നു ടിൻ സ്മിത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. ഗംഗാധരം പാട്ടയുടെ. ഗംഗാധരം പാട്ട ആളെ അസുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പം ഭേദമെന്ന് പറഞ്ഞു. ഇപ്പം മസ്കറ്റിലാന്ന് പറഞ്ഞു മോന്റെ കൂടി. അവനൊരു ഇതുണ്ട്, എന്താ പറയാ, ഒരു പല്ല് ഒക്കെ എടുക്കണ ഒരു ഇതുണ്ട്. ഡെന്റിസ്റ്റ് ഓഫീസാണോ? ഡെന്റിസ്റ്റാണ് അതിന്റെ മോൻ. അല്ല, ഡെന്റിസ്റ്റാണ് ആള്. ഫേമസ് ഡെന്റിസ്റ്റാണ്. പല്ലെടുക്കാൻ ഭയങ്കര എക്സ്പെർട്ട് ആണ്. ഇവിടെ ആയിരിക്കുമ്പോ തന്നെ മസ്കറ്റിൽ പോയിട്ട് നല്ല മാതിരി കാശുണ്ടാക്കി. ഭാര്യ ഡെന്റിസ്റ്റാ? ഭാര്യ എന്താണെന്ന് അറിഞ്ഞൂടാ.
പിന്നെ മാലദ്യമ്മയുടെ ആങ്ങളില്ലേ അരവിന്ദാക്ഷൻ, അതിന്റെ ഡോക്ടറെ വിളിക്കാം. അതിന്റെ മോൻ ദന്തിസ്റ്റാണ്, അതിന്റെ മരുമോളും ദന്തിസ്റ്റാണ്.